ഉം. ഇന്നലത്തെ ക്ലാസ്സിന്റെ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ആയില്ല അത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ട് പുതിയ ടോപ്പിക് പറയാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഇന്നലെ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഡാറ്റ ബേസ് ക്രിയേറ്റ് ചെയ്യാന്നും ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാന്നും അതുപോലെ ടേബിള് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ദെൻ ഡാറ്റാബേസ് ആണെങ്കിൽ ഡാറ്റാബേസ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് പേര് കൊടുക്കുന്നു. ദെൻ ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് യൂസ് ചെയ്യണം. യൂസ് ചെയ്തതിന് ശേഷം വേണം അതിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ യൂസ് ടെക് എന്ന് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ക്രിയേറ്റ് ടേബിൾ നെയിം. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ നെയിം കൊടുത്തു. ദെൻ അതിനുശേഷം ആ ടേബിളിനകത്ത് എന്തൊക്കെ കോളംസ് ആണ് നമുക്ക് വേണ്ടത്. കോളംസ് ഇവിടെ എനിക്ക് സ്റ്റുഡന്റ് ഐ ഡി, സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് ഏജ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ആ ഐ ഡി കൊടുക്കുന്നു. ഒപ്പം അതിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഹോൾ നമ്പർ ആണ് നിങ്ങളുടെ ഡാറ്റ എങ്കിൽ നമ്മൾ അതിനെ ഇന്റിജർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ടെക്സ്റ്റ് ഡാറ്റാസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ varchar വെച്ചിട്ട് കൊടുക്കും. അതുപോലെ ഏജ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, സോ അതിനെ ഞാൻ ഇന്റ്, അതൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ ഇന്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇന്റ് അതേപോലെ തന്നെ varchar കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് വരുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് കൂടെ ഉണ്ട്. ഓക്കെ, അതേതായിരുന്നു? ദാ ഇന്റ് ആണെങ്കിൽ ഇന്റിജർ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, അതായത് ഡെസിമൽ നമ്പേഴ്സ്. ദെൻ അതിനുശേഷം ഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് തന്നെ ലാർജസ്റ്റ് നമ്പേഴ്സ് വരുന്നത്. ബൂളിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് പോലത്തെ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട്. ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂമറിക് ഡാറ്റ ടൈപ്പിനകത്ത്. ദെൻ സ്ട്രിങ് പോലത്തെ സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ varchar എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സൈസ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു varchar-നകത്ത് നമ്മൾ 10 എന്ന് സൈസ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ 10 ലെറ്റേഴ്സിൽ കൂടുതലുള്ള ഒരു ഡാറ്റ എൻ്റർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറർ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് ഓഫ് ലെറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുള്ള രീതിക്ക് സൈസ് കുറച്ച് കൂട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടേബിളിനകത്തോട്ടേക്ക് SID കോളം നെയിം കൊടുത്തു, അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, നോട്ട് നൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെയിം varchar നോട്ട് നൾ. നോട്ട് നൾ എന്തിനാ കൊടുക്കുന്നത്? ഇപ്പൊ varchar എന്ന് പറഞ്ഞിട്ട് 10 ഡാറ്റയുടെ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അതിനകത്ത് 3 ലെറ്റർ ഉള്ള ഒരു പേര് അനു എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ബാക്കി 7 സ്പേസസ് അവിടെ എക്സ്ട്രാ ആണ് അല്ലെ. മൊത്തം 10 സ്പേസ് ഉണ്ട്, അതിൽ 3 ലെറ്റേഴ്സ് പോയി ANU സേവ് ആയി. ബാക്കി അത്രയും എന്താണ് സ്പേസസ് എം ടി ആണ്. അപ്പൊ അങ്ങനെയുള്ളടത്ത് നൾ വാല്യൂസ് വന്നിരിക്കും. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് നൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രെയിൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഏജ് അത് ഇന്റ് ആണെന്ന് മെൻഷൻ ചെയ്തു, അവിടെയും നോട്ട് നൾ കൊടുത്തു. പിന്നെ നമ്മൾ പ്രൈമറി കീന് സെറ്റ് ചെയ്ത് കൊടുത്തു. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ടേബിളിനകത്ത് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോളം അല്ലെ. ഇപ്പൊ ഒരാളുടെ പേരൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നേക്കാം, സ്റ്റുഡന്റിന്റെ പേര് 2 പേർക്ക് ഒരേ പേര് വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാണ്ട് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരിക്കലും റോൾ നമ്പർ, സ്റ്റുഡന്റ് ID ഒന്നും എന്തുണ്ടാവില്ല, ഒരേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. അപ്പൊ നമ്മൾ അതിനെയൊക്കെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാത്തിനെയും അല്ല, ഏതെങ്കിലും ഒരു ഫീൽഡിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടേബിളിന്റെ സ്ട്രക്ചർ ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് 3 കോളംസ് ഉണ്ട്, ID, നെയിം, ഏജ്, ദെൻ ടേബിളിന്റെ പേര് ടെക്കീസ് ആണ്.
അത്രയാണ് അതിൻ്റെ അകത്ത് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനി അതിലോട്ട് വാല്യൂസ് കൊടുക്കണം. ഐഡിയുടെ വാല്യൂസ്, നെയിമിന്റെ വാല്യൂസ്, ഏജിന്റെ വാല്യൂസ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം എന്താ, ടെക്കീസ് ആണ്. അത് കൊടുത്തു. ദെൻ നമുക്ക് എന്തിലേക്കൊക്കെ ഡാറ്റ പാസ് ചെയ്യേണ്ടത്, എസ് ഐ ഡി എന്ന് പറയുന്ന കോളം, എസ് നെയിം എന്ന് പറയുന്ന കോളം, എസ് ഏജ് എന്ന് പറയുന്ന കോളം. ഇതിലോട്ട് എന്ത് കൊടുക്കണം, വാല്യൂസ് കൊടുക്കണം. ഓക്കെ, വാല്യൂസ് എന്തൊക്കെയാ, ഐഡിയിലോട്ട് 1, നെയിം അനു, 23 ഏജ്. അപ്പൊ ടെക്സ്റ്റ് വാല്യൂസ് നിങ്ങൾ കൊടുക്കുമ്പോൾ കോഡ്സിൽ വേണം കൊടുക്കാനായിട്ട്. അതിനൊരു ടെക്സ്റ്റ് ആണ്, അപ്പൊ അതിന് ഞാൻ സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ മെൻഷൻ ചെയ്യണം. അങ്ങനെ എത്ര ഡാറ്റ വേണോ അതിങ്ങനെ കൊടുക്കുക. അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റത്തേന് എന്താ പറയാ, സെമി കോളൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് കൊടുക്കുമ്പോൾ, സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്, നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് കൊടുക്കുമ്പോൾ ആ ഒരു ടേബിൾ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ സെലക്ട് സ്റ്റാർ ഫ്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടും. എനിക്ക് കംപ്ലീറ്റ് വേണ്ട, ആ ടേബിളിന്റെ അകത്തുനിന്ന് നെയിമും ഏജും മാത്രം മതി. ഐഡി വേണ്ട, നെയിമും ഏജും മാത്രം മതിയെങ്കിൽ സ്റ്റാറിന് പകരം എന്ത് കൊടുക്കുക, എസ് നെയിം എസ് ഏജ് ഫ്രം ടെക്കീസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എസ് നെയിമും എസ് ഏജും മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും, ഫുള്ള് കിട്ടുന്നതിന് പകരം. ഇനി അടുത്തത് നമ്മൾ വേർ ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റേനെ ഫിൽട്ടർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഫിൽട്ടർ അപ്ലൈ ചെയ്യുക, അപ്പോഴാണ് വേർ ക്ലോസ് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് എന്റെ ടേബിളിൽ നിന്ന്, നിങ്ങൾ ടേബിൾ കണ്ടിട്ടുണ്ടാകും അല്ലെ, ഇതാണ് എന്റെ ടേബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് ഏജ് ഗ്രേറ്റർ ദാൻ 23 ഉള്ളവരെ ഫിൽട്ടർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് കൊടുക്കുന്നു. ദെൻ കണ്ടീഷൻ എന്താ, വേർ എസ് ഏജ് ഗ്രേറ്റർ ദാൻ 23. അപ്പൊ കണ്ടീഷൻ കൊടുക്കുമ്പോൾ അത് വേർ ക്ലോസിനകത്ത് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിത് റൺ ചെയ്യുന്ന ടൈമിൽ എനിക്ക് 23ക്ക് അബവ് ഉള്ള ആളുകളെ മാത്രം റിട്രീവ് ചെയ്ത് കിട്ടുമെന്ന് നമ്മൾ കണ്ടു. ഇനി എനിക്ക് അഞ്ജു എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ ആ കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും വേണ്ട, അഞ്ജു എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര ഏജ് ഉണ്ട് എന്നാണ് കിട്ടേണ്ടതെന്ന് വിചാരിച്ചോ. അപ്പൊ സെലക്ട് എസ് ഏജ് ഫ്രം ടെക്കീസ്. ടെക്കീസിന്റെ അകത്തുനിന്ന് എസ് ഏജ് എന്ന് പറയുന്ന കോളത്തിനെ മാത്രം എടുത്താൽ മതി. ദെൻ ആ കോളത്തിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നമുക്ക് വേണ്ട. എസ് നെയിം ഈക്വൽ ടു അഞ്ജു. അഞ്ജു എന്ന് പറയുന്ന കുട്ടിയുടെ ഏജ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി, അഞ്ജുവിന്റെ ഏജ് 24 ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇവിടം വരെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി നെക്സ്റ്റ് നമുക്ക് അപ്ഡേറ്റ് കമാൻഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഡാറ്റേന്റെ അകത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു എന്താ പറയാ ചേഞ്ചസ്, ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ, നമുക്കിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ ഡാറ്റാബേസ് ഉണ്ട്. അതിനകത്ത് നിന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഏജ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഏജ് ഇൻസേർട്ട് ചെയ്ത ടൈമിൽ ചിലപ്പോൾ 18 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് എന്തെങ്കിലും ഒരു ഇതിന്റെ ബേസിൽ എനിക്ക് 18 മാറ്റിയിട്ട് 19 ആക്കണം എന്ന് വിചാരിച്ചോ. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ അല്ല ഡാറ്റയിൽ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളില് ഡാറ്റയിൽ ചേഞ്ച് വരുത്തുവാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഡാറ്റാസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്ഡേറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഡാറ്റയിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ എനിക്ക് SID 20 അല്ല SID 5 ആയിട്ടുള്ള ആള്, SID 5 എന്ന് പറയുമ്പോൾ ഷെമി എന്ന് പറയുന്ന കുട്ടി, അതിന്റെ ഏജ് വന്നിട്ട് 23 ആണ്. എനിക്ക് ഈ 23 മാറ്റിയിട്ട് ഒരു 32 ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓൾറെഡി ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പോൾ 23 എന്നാ കൊടുത്തേ. ബട്ട് എനിക്ക് പിന്നീട് അതിനെ ചേഞ്ച് ചെയ്യണം, ആ ഡാറ്റ ചേഞ്ച് ചെയ്ത് 32 മറ്റോ ആക്കണമെങ്കിൽ എനിക്ക് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഇനി വേറൊരു കേസ് പറയുവാണെങ്കിൽ അനു എന്നുള്ള പേര് മാറ്റിയിട്ട് മനു എന്നാക്കണം. അപ്പൊ എനിക്ക് അപ്ഡേറ്റ് യൂസ് ചെയ്യാം. അതേപോലെ ഐഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വേണം, അപ്ഡേറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ അപ്ഡേറ്റ് കമാൻഡ് വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോവാണ്, ടെക്കീസിനെ അപ്ഡേറ്റ് ചെയ്യണം. ടെക്കീസ് എന്ന് പറയുന്നത് ടേബിൾ നെയിം അല്ലെ. അപ്ഡേറ്റ് ടെക്കീസിനെ അപ്ഡേറ്റ് ചെയ്യണം. എന്താ അപ്ഡേറ്റ് ചെയ്യണ്ടേ,
സെറ്റ് എസ് ഏജ് ഈക്വൽ ടു 32. 32 ആക്കണം ആരെ എസ് ഏജിനെ. സെറ്റ് എസ് ഏജ് ഈക്വൽ ടു 32. ഓക്കെ, എസ് ഏജിനെ 32 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഏത് എസ് ഏജിനെയാ 32 ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്? അതിനകത്ത് ഒരുപാട് എസ് ഏജസ് ഉണ്ട്, 5 എസ് ഏജസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് എസ് ഏജിനെയാ 32 ആക്കേണ്ടേ? അത് നമ്മള് വേറില് കണ്ടീഷൻ ആയിട്ട് കൊടുക്കുക. എസ് ഐ ഡി ഈക്വൽ ടു 5ന്റെ, അതായത് 5 എന്ന് പറയുന്ന ഐ ഡിയിൽ വരുന്ന എസ് ഏജിനെയാണ് 32 ആക്കേണ്ടത് എന്ന് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്ഡേറ്റ് ടെക്കീസ് എസ് ഐ ജി ഈക്വൽ ടു 32 വേർ എസ് ഐ ഡി ഈക്വൽ ടു 5. ക്ലിയർ ആണോ അത്? ഓക്കെ, ഒന്ന് ആ ക്വറി ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേ വേഗം. നമുക്ക് ആ ഐഡിക്ക് വേറെ ഏജും കൊടുക്കാലോ, വേറെ ഏജ് ഷെമി എന്ന് പറഞ്ഞു. എസ് ഐ ഡിക്ക് പകരം എസ് നെയിം കൊടുക്കാലോ എന്നാണോ ചോദിക്കുന്നത്? അതെ, നെയിം ഷെമി അങ്ങനെ ആ, കൊടുക്കാലോ. അങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഷെമീന്ന് കൊടുക്കുമ്പോ കോഡ്സിൽ കൊടുത്താ മതി. ആ ഇതിപ്പോ ഞാൻ പ്രൈമറി എസ് ഐ ഡിനെ നമ്മൾ പ്രൈമറിക്ക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇൻ കേസ് ഇപ്പൊ ടേബിളിനകത്ത് 2 ഷെമി വന്നെന്ന് വിചാരിച്ചോ, ഓ അപ്പൊ ഞാൻ ഓക്കെ എസ് നെയിം ഷെമി എന്ന് പറയുമ്പോ 2 ഷെമിയുടെ ഏജും ചേഞ്ച് ആയി പോകും. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഒരു കൺവീനിയന്റ് എന്നുള്ള രീതിക്ക് പ്രൈമറിക്ക് എന്താണോ ആ പ്രൈമറിക്ക് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു വേർ ക്ലോസിൽ. എറർ കാണിക്കുന്നു മാം. അത് യൂസ് കൊടുത്തു, ഈ യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ, ആ യൂസിനൊന്ന് റൺ ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ. നിങ്ങൾ എപ്പോ ചെയ്യുമ്പോഴാണെങ്കിലും പിറ്റേന്ന് ആ കൊറി എടുക്കുമ്പോ അല്ലെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കൊറി എടുക്കുമ്പോ ആദ്യം ഈ യൂസ് റൺ ചെയ്തിട്ട് വേണം എന്ത് കൊറി ആണെങ്കിലും ടൈപ്പ് ചെയ്യാൻ. ചെയ്തു മാം. ഓക്കെ, ഇനി നിങ്ങൾ ആ ഒരു കോഡ് നോക്കുവാണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് നോക്കുവാണെങ്കിൽ ഷെമിയുടെ ഏജ് 23 എന്നുള്ളത് 32 ആയിട്ടുണ്ടാവും. ഞാനിത് റൺ ചെയ്യാണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ്, അല്ല റൺ ചെയ്യാണ്ട് സെലക്ട് കൊടുത്തോണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളത്. ഈ അപ്ഡേറ്റിന്റെ കോഡ് ആദ്യം റൺ ചെയ്യുക, ദെൻ അതിന് ശേഷം ആ സെലക്ട് കമാൻഡ് ഒന്നുകൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആ 23 ചേഞ്ച് ആയിട്ട് 32 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ജു എന്നുള്ള പേര് മാറ്റിയിട്ട് വേറൊരു നെയിം കൊടുക്കും. അഞ്ജു എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് വേറൊരു പേരാക്കും.
കംപ്ലീറ്റ് ആയോ അത്? മാം എറർ കോഡ് കാണിക്കുന്നു. യു ആർ യൂസിങ് സേഫ് അപ്ഡേറ്റ് അങ്ങനെയാ കാണിക്കുന്നത്. ഓക്കെ, സേഫ് അപ്ഡേറ്റ് മോഡ് ബൈ ഡീഫോൾട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യണം. ഒരു മിനിറ്റ് കേട്ടോ. ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേ. അതായത് സേഫ് അപ്ഡേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ MySQLന്റെ സിസ്റ്റത്തിൽ ഓൺ ആയിരിക്കും. അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് കമാൻഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുമ്പോൾ ഇതുപോലെ ചില കേസിൽ എറർ കാണിക്കും. എല്ലായ്പ്പോഴും അല്ല, ചില കേസിൽ അത് എറർ കാണിക്കും. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് മോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്താൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഒരു MySQL വർക്ക് ബെഞ്ചിന്റെ സിസ്റ്റത്തിൽ ഡീഫോൾട്ട് ആയിട്ട് ഓൺ ആയിട്ട് കിടക്കുന്ന ഒരു അപ്ഡേഷൻ അത്. അത് ഓഫ് ആക്കിയാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോഡ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അത് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് SQL അണ്ടർസ്കോർ സേവ് സെറ്റ് SQL അണ്ടർസ്കോർ സേഫ് അണ്ടർസ്കോർ അപ്ഡേറ്റ്സ് കൊടുക്കുക ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. സെറ്റ് സേഫ് SQL അല്ല SQL സേഫ് അപ്ഡേറ്റ്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് റൺ ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ കോഡിനെ ഒന്നുകൂടെ റൺ ചെയ്യുക. അപ്ഡേറ്റ് കോഡിനെ എന്നിട്ട് ഒന്നുകൂടെ റൺ ചെയ്യുക. ഓക്കെ മാം, സെറ്റായി. ആ സേഫ് അപ്ഡേറ്റ് മോഡിന്റെ എറർ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് കൊടുത്തതിന് ശേഷം അത് റൺ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് റെഡിയാവും. ദെൻ ഇനി നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ജു എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാനിപ്പോ മഞ്ജു ആണ് കൊടുത്തത്. അപ്പൊ അഞ്ജു മാറി മഞ്ജു ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ടേബിളിന്റെ പിക്ക് അയച്ചു തരാം. നിങ്ങൾ ആ ഒരു പിക്ക് മാത്രം നോക്കിയാൽ മതി, കോഡ് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടില്ലേ? ഈ ഒരു പിക്ചറിലുള്ള ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ ആ ഒരു പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ഇനിയിപ്പോ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഒന്നുണ്ടല്ലോ, അതിനെ യൂസ് ചെയ്താൽ മതി. യൂസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി. ഓ, അപ്പൊ നമ്മൾ സെപ്പറേറ്റ് നെക്സ്റ്റ് പുതിയ SQL എടുക്കണോ അതോ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവോ? പുതിയ SQL ഫയൽ എടുത്തോ. ആ ശരി, ഓക്കെ. ഫയൽ എടുക്കാറില്ല, സൈഡിൽ SQL ഫയൽ എന്നുള്ള ആ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ.
കാരണം എനിക്ക് ഈ കോഡിന്റെ ബാക്കി എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് അതൊന്ന് ചെയ്യിപ്പിക്കുന്നതാ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ ടേബിളിന്റെ പിക്ക്. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്നു. ഇവിടെ ചാറ്റിലും ഇടുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം. ടേബിൾ നെയിം എന്താ മാം കൊടുക്കേണ്ടത്? സ്റ്റുഡന്റ് എന്ന് കൊടുത്തോ. ആ ഓ വേഗം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് അപ്ഡേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ആ ടേബിളിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് പറയാം.
മാം ഒരു എറർ കാണിക്കുന്നു, അൺനോൺ കോളം എന്ന് പറഞ്ഞിട്ട്. അൺനോൺ കോളം ഒന്ന് ഷെയർ ചെയ്തേ. ആ ഉം. അതില് S3 S4 S5 എന്ന് കൊടുത്തിട്ടുള്ളതുണ്ടല്ലോ. ഉം. അത് ടെക്സ്റ്റ് ഡാറ്റ അല്ലേ? S3 എന്നല്ലേ, പ്യുവർ നമ്പർ ഓ അല്ലല്ലോ ഓ കിടക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനെ കോട്സിൽ കൊടുക്കണം. ആ ഓക്കെ ഓക്കെ. വീണ്ടും റൺ ചെയ്തോ. എന്താ എറർ കാണിക്കുന്നത്? ഇൻകറക്റ്റ് ഇന്റീജർ വാല്യൂ. അതിന്റെ ടൈപ്പ് സ്റ്റുഡന്റ് ID ഇന്റ് ആ കൊടുത്തിട്ടുള്ളത്. ഇന്റ് കൊടുത്തിട്ട് ഡാറ്റ പാസ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റും ആണ്. അപ്പൊ ഇന്റ് മാറ്റിട്ട് varchar ആക്കി കൊടുക്കുക അവിടെ. ഓക്കെ ഓക്കെ. അതിനകത്തൊരു സൈസ് മെൻഷൻ ചെയ്ത് കൊടുക്കണേ. 10 തന്നെ കൊടുക്കണോ മാം? അത് ആ കുറവ് കൊടുക്കാവോ? ഇല്ല 10 കൊടുത്തോ. എന്തേലും കൊടുത്തോ, കുഴപ്പമില്ല. കുറവ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആദ്യം ഇത് റൺ ചെയ്യണം അല്ലേ? ഓക്കെ ആദ്യം റൺ ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഒരു കാര്യം ചെയ്ത് ഞാൻ പറയുന്ന ഒരു കമാൻഡ് അവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഡ്രോപ്പ് DROP ടേബിൾ സ്റ്റുഡന്റ് റൺ ചെയ്ത് അത് കോളൻ കൊടുത്തിട്ട് റൺ ചെയ്യും. ഇനി വീണ്ടും ആ ക്രിയേറ്റിന്റെ കൂടെ റൺ ചെയ്തേ. ദെൻ ഇൻസേർട്ടിന്റെ കോളം റൺ ചെയ്യുന്നത്. ഓക്കെ മാം. ദെൻ സെലക്ട് ചെയ്തൊന്ന് നോക്കാം കേട്ടോ. ആ ഓക്കെ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് പെർഫോം ചെയ്യേണ്ട കുറച്ച് ഓപ്പറേഷൻസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് പെർഫോം ചെയ്യുക. ഇപ്പോ ഇതവിടെ നിൽക്കട്ടെ. തിരിച്ച് നമ്മുടെ പഴയ ടേബിളിലോട്ട് പോവാ. ഇവിടെ ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ആ ടേബിളിനെ അവിടെ നിർത്തിക്കോട്ടാ. അതിന്റെ ബാക്കി എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ എനിക്ക് ഒരു ടേബിളിനെ കോപ്പി ചെയ്യണം എന്ന് വിചാരിച്ചു. അതായത് എനിക്ക് ടെക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട് അല്ലെ. ഞാൻ ഇതിനൊന്ന് യൂസ് ചെയ്തിട്ട് റൺ ചെയ്ത് കാണിച്ചു തരാം. ടെക്കീസ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ എനിക്കിപ്പോ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിന്റെ എക്സാക്ട് കോപ്പി എനിക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ടെക്കീസ് 1 എന്ന് പറയുന്ന പേരില് ടെക്കീസിന്റെ എക്സാക്ട് കോപ്പീനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. സാധാ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ടേബിളിന്റെ എക്സാക്ട് കോപ്പി എനിക്ക് വേറൊരു പേജിൽ ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുവാണ്, ക്രിയേറ്റ് ടേബിൾ ടെക്കീസ് 1. പുതിയ ടേബിളിന് ഒരു പേര് കൊടുത്തു, ടെക്കീസ് 1 എന്ന്. ക്രിയേറ്റ് ടേബിൾ ടെക്കീസ് 1. അത് ആരെപ്പോലെയാ ക്രിയേറ്റ് ചെയ്യേണ്ട? ലൈക്ക് ടെക്കീസ്. ടെക്കീസ് എന്ന് പറയുന്ന ടേബിളിനെ പോലെ വേണം ടെക്കീസ് 1 എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എങ്ങനെ കൊടുത്തേ? ക്രിയേറ്റ് ടേബിൾ ടെക്കീസ് 1. ടെക്കീസ് 1 എന്ന് പറയുന്നത് പുതിയ ടേബിളിന്റെ പേര്. ലൈക്ക് അത് ആരെ പോലെ ഇരിക്കണം? ടെക്കീസിനെ പോലെ ഇരിക്കണം. എക്സാക്ട് ടെക്കീസിനെ പോലെ ഇരിക്കണം. ഇനി എന്താ ചെയ്യണ്ടേ? ഇൻസേർട്ട് ഇൻ ടു ടെക്കീസ് 1. ടെക്കീസ് 1 എന്ന് പറയുന്ന പുതിയ ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. എന്താ ഇൻസേർട്ട് ചെയ്യണ്ടേ? സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ്. ടെക്കീസിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യണം. എവിടെ? ടെക്കീസ് 1ലോട്ട് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് ഞാൻ റൺ ചെയ്യുവാണ്. ഈ ഒരു കോഡ് റൺ ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് അല്ല, ടെക്കീസ് 1 ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടെക്കീസ് 1നകത്ത് ടെക്കീസിലെ മൊത്തം ഡാറ്റ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ടെക്കീസ് 1.
ആദ്യം ഈ കോഡ് റൺ ചെയ്യാം. ടേബിൾ ടെക്കേസ് വൺ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഞാൻ ഇത് റൺ ചെയ്തിട്ടില്ല. ആദ്യം ക്രിയേറ്റ് ചെയ്ത ടേബിൾ റൺ ചെയ്തു. ദെൻ അതിനുശേഷം അതിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത കോഡ് റൺ ചെയ്തു. ഇനി ഞാൻ ടെക്കീസ് വണ്ണിനെ ഡിസ്പ്ലേ ചെയ്യുവാണ്. ടെക്കീസ് വണ്ണിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് ടെക്കീസ് എന്ന് പറയുന്ന ടേബിളിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് മൊത്തം ടെക്കീസ് വണ്ണിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ടെക്കീസ് വണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് എങ്ങനെ കോപ്പി ചെയ്യാന്ന് കാണിച്ചു തന്നതാണ് അല്ലെ. പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആരെ പോലെ, ടെക്കീസിനെ പോലെ. വൺസ് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു എന്ത്, ടെക്കീസിനകത്തുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷനും. ഓക്കെ, അതിനുശേഷം ഞാൻ ആ പുതിയ ടേബിൾ ആയിട്ടുള്ള ടെക്കീസ് വണ്ണിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കി. ഇനി ഒരു ടേബിള് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കുക. അതായത് ടേബിളും ടേബിളിന്റെ അകത്തുള്ള ഡാറ്റയും മൊത്തം ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസിനെ തന്നെ കളയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡ്രോപ്പ് ഡാറ്റാബേസ് നെയിം കൊടുക്കുക. ഇപ്പോഴെ ടെക്കീസിന് അല്ലെങ്കിൽ ടെക് എന്ന് പറയുന്ന ഡാറ്റാബേസിന് എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡ്രോപ്പ് ഡാറ്റാബേസ് ടെക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസ് അവിടുന്ന് റിമൂവ് ആയിട്ട് പോകും. പക്ഷെ ഞാനിപ്പോ കളയുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് കളയുന്നില്ല. ഞാൻ എന്ത് ചെയ്യുവാണ് ഇനി? കളയാൻ പോകുന്നത് എന്താ? നമ്മുടെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടേബിള്. ഓക്കെ, കോപ്പി എവിടെ? ടെക്കീസ് വണ്ണിന്റെ ആവശ്യം എനിക്കില്ല, അത് എങ്ങനെ കോപ്പി ചെയ്യാന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ്. ഇനി ടെക്കീസ് വണ്ണ് വേണ്ട. അപ്പൊ എന്ത് ചെയ്യാ? ഡ്രോപ്പ് ടേബിൾ ടെക്കീസ് വൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി എന്ത് കിട്ടൂല? ആ ഒരു ടേബിൾ കിട്ടൂല. ഇപ്പൊ ഇനി ഞാനിത് റൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ടേബിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. കണ്ടോ? ഇത് എക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് കാണിക്കും, കാരണം ഞാൻ ഓൾറെഡി അതിനെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസോ അല്ലെങ്കിൽ ഒരു ടേബിളോ കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, നിങ്ങൾ ഈ കോപ്പി ചെയ്യുമ്പോ ഈ ഡ്രോപ്പ് ഇപ്പൊ കൊടുക്കണ്ട കേട്ടോ. ഡ്രോപ്പ് ഇപ്പൊ ചെയ്യല്ലേ, കാരണം ടേബിളിന്റെ ആവശ്യം ഇനിയും ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ ഡ്രോപ്പ് ടെക്കീസ് വണ്ണിനെ ഡ്രോപ്പ് ചെയ്തോ, കുഴപ്പമില്ല. ഈ കോപ്പി ചെയ്ത ടെക്കീസ് വൺ അല്ലേ, അത് ഡ്രോപ്പ് ചെയ്തോ. ആ ഒറിജിനൽ ഡാറ്റാബേസ്, അതായത് ഒറിജിനൽ ഡാറ്റേനെയും ഡാറ്റാബേസിനെയും ഡ്രോപ്പ് ചെയ്യരുത്. ടെക് എന്ന് പറയുന്ന ഡാറ്റാബേസിനെയും ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, ടെക്കീസ് എന്ന് പറയുന്ന ടേബിളിനെയും ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന കോപ്പീനെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോ, പ്രശ്നമില്ല. അത്രയും ചെയ്ത് കഴിയുമ്പോ പറയേ.
ചെയ്തു മാം. ഓക്കെ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, റെക്കോർഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റോനെയാണ്. ടു ഡിലീറ്റ് എ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് എന്നുള്ളതുകൊണ്ട് SQL മീൻ ചെയ്യുന്നത് ഒരു റോനെയാണ്. ഇനി എവിടെയെങ്കിലും ഫീൽഡ് എന്ന് കാണുവാണെങ്കിൽ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളത്തെയാണ് കേട്ടോ. റെക്കോർഡ് ആണെങ്കിൽ റോയും ഫീൽഡ് ആണെങ്കിൽ കോളും. അപ്പൊ നമുക്കിപ്പോ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണം, അതായത് ഒരു റോ ഡിലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. റോ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, ഡ്രോപ്പ് യൂസ് ചെയ്താൽ കംപ്ലീറ്റ് ടേബിളും റിമൂവ് ആയിട്ട് പോകും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റാബേസും റിമൂവ് ആയിട്ട് പോകും. ഒരു പെർട്ടിക്കുലർ റോനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ? ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം കൊടുക്കുക. നമ്മൾ സെലക്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പോലത്തെ ഒരു കമാൻഡ് ആണ് ഡിലീറ്റ്. ഡിലീറ്റ് കൊടുത്താൽ റോ റിമൂവ് ആകും. ഡിലീറ്റ് ഫ്രം ടെക്കീസ് കൊടുത്തു. ദെൻ ഇനി എനിക്ക് ആരെയാ ഡിലീറ്റ് ചെയ്യണ്ടേ? SID ഈക്വൽ ടു 4. SID ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ആ 4ാമത്തെ റോ കംപ്ലീറ്റ് എനിക്ക് റിമൂവ് ആയിട്ട് പോകും. നിലവിൽ ഇപ്പൊ നമുക്ക് നോക്കാം 4ാമത്തെ റോയിൽ, അത് റൺ ചെയ്യുന്നതിന് മുമ്പ് 4ാമത്തെ റോയിൽ ആരാ ഉള്ളതെന്ന് നോക്കാം. ദാ 4th one ഷാന 24 എന്നുള്ള ഒരു ഡാറ്റയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡാറ്റനെ റിമൂവ് ചെയ്യാനാണ്. ഇനി ഈ ഒരു കോഡ് റൺ ചെയ്തതിന് ശേഷം, ഡിലീറ്റ് എന്നുള്ള ആ ഒരു കോഡ് റൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേബിൾ ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് 1 2 3 കഴിഞ്ഞിട്ട് 4 ആണ് ഡിലീറ്റ് ചെയ്തത്. ബാക്കി ആരാ ഉള്ളത്? 5 ആ ഉള്ളത്. 4 അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. സോ ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെർട്ടിക്കുലർ ഡാറ്റ ഐറ്റത്തെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? യെസ്. ഇതേപോലെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടില്ലേ ടു ഡിലീറ്റ് എ റെക്കോർഡ് എന്നുള്ളത്. ഇത് ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം അത് കമാൻഡ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പൊ ഡിലീറ്റിന്റെ പർപ്പസ് ആണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളൻ കൊടുത്തിട്ട് അതിന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതാണ്. ടു ഡിലീറ്റ് എ റെക്കോർഡ് ഓർ റോ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിപ്പോ കിടക്കുന്നത് ഒരു കോഡായിട്ടാണ്. ഇനി ഞാൻ ഇതിന്റെ താഴെയുള്ള സാധനങ്ങൾ റൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുന്നോണ്ട് എനിക്ക് എറർ അടിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റിനെ കമന്റ് ചെയ്ത് വെക്കണം. കമന്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റൺ ആവില്ല, കോഡാണെന്ന് പരിഗണിച്ചിട്ട് റൺ ആവില്ല. അത് അവിടെ കമന്റ് ചെയ്ത് കിടക്കുവാണ് ചെയ്യുന്നത്. പകരം അതൊരു എന്താ പറയാ, ഫർദർ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് അവിടെ കിടക്കുള്ളൂ. ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. റൺ ചെയ്യുന്ന ടൈമിൽ അത് മറ്റു മുകളിലത്തെ സാധനമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് പോലെ കിടക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം ഇതുപോലെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോള്, മറ്റേ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ബട്ടൺ ഇല്ലേ, കൺട്രോളും ആ ഒരു സ്ലാഷ് വരുന്നത് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ കമന്റ് ആവും. കമന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വർക്ക് ചെയ്യില്ല. അതൊരു ടെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അറിവിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്യുന്ന ഒരു നോട്ട് പോലെ കിടക്കുള്ളൂ. സാധനം സെലക്ട് ചെയ്യുന്നു, കൺട്രോള്, ആ സ്ലാഷ് കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്കുള്ള സ്ലാഷ് കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എന്താന്ന് നോക്കി. ഇനി അതുപോലെ വരുന്നതാണ് ഒരു ടേബിളിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ. എന്താ ടേബിളിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടേബിളിലെ ഡാറ്റേനെയല്ല ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആ ഒരു സ്ട്രക്ചർ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടേബിളിനകത്തോട്ടേക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. ആ കോളം ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ച് ആണ് അല്ലെ. പുതിയൊരു കോളം വരിക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരികയാണ്. അപ്പൊ ഇത്തരത്തിൽ ടേബിളിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡ്. ടു ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് എ ടേബിൾ, ഒരു ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ എൻ്റെ ഉള്ള ടെക്കീസിന്റെ കൂടെ ഞാൻ പുതിയൊരു കോളം ആഡ് ചെയ്യുവാണ്. കോളത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഇമെയിൽ ആണ്.
സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഓൾട്ടർ ടേബിൾ ടെക്കീസ് കൊടുക്കുന്നു. ടെക്കീസ് എന്ന് പറയുന്ന ടേബിളിനെ ഇത്തവണ ഓൾട്ടർ ആ ചെയ്യണ്ടേ, ബിക്കോസ് അതിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തണ്ടേ. അപ്പൊ ഓൾട്ടർ ടേബിൾ ടെക്കീസ് കൊടുക്കുന്നു. എന്നിട്ട് അതിനകത്ത് എന്താ ചെയ്യണ്ടേ, ആഡ് ഇമെയിൽ. ഇമെയിൽ എന്ന് പറയുന്നത് ഇമെയിൽ അല്ല, എസ് ഇമെയിൽ. ഓക്കെ, ആഡ് എസ് ഇമെയിൽ. എസ് ഇമെയിൽ എന്ന് പറയുന്ന പുതിയ കോളം ആഡ് ചെയ്യണം. അപ്പൊ അത് ആഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി അതിന്റെ ടൈപ്പ് എന്താണ്, varchar ഒരു 50 ആണെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടേബിളിനകത്തോട്ട് ഓൾറെഡി അതിനകത്ത് SID ഉണ്ടായിരുന്നു, നെയിം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഏജ് ഉണ്ടായിരുന്നു. SID, നെയിം, ഏജ് ആയിരുന്നു. ഇപ്പൊ പുതിയൊരു കോളം കൂടെ ക്രിയേറ്റ് ആയിട്ട് അതിന്റെ പേര് ഇമെയിൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം എന്താ കിട്ടാന്നുള്ളത്. സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ്. സെലക്ട് സ്റ്റാർ ഫ്രം ടെക്കീസ് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ ടെക്കീസ് ആഡ് ഇമെയിൽ വാക്ക്. ഇതായിപ്പോ ഇവിടെ ആ ടേബിളിനകത്തോട്ടേക്ക് പുതിയൊരു കോളം ആയി, ഇമെയില്. ദെൻ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഡാറ്റ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവിടെ നൾ വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്തത് ആ ഒരു കോളത്തിലോട്ട് ഡാറ്റാസ് കൊടുക്കണം. ഡാറ്റാസ് കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, അപ്ഡേറ്റ് വെച്ചിട്ടാണ്. ഓൾറെഡി ഉള്ള ഒരു ടേബിളിലോട്ട് ഡാറ്റ കൊടുക്കലാണ്. അപ്പൊ ഇൻസേർട്ട് ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു പുതിയ കോളം ആണ്. അതിലോട്ട് ഡാറ്റ കൊടുക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് യൂസ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുവാണ്, അപ്ഡേറ്റ് ടെക്കീസ് സെറ്റ് ഇമെയിൽ ഈക്വൽ ടു ആദ്യത്തെ ഇമെയിൽ anu_example.com എന്ന് പറഞ്ഞു കൊടുത്തു. വേർ SID ഈക്വൽ ടു 1. ഇതിന്റെ SID എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ കൊടുത്തു. ഇനി അങ്ങനെ ഓരോ വട്ടം എന്ത് ചെയ്യണം, രണ്ടാമത്തെ ആളുടെ ഇമെയിൽ കൊടുക്കുക, SID 2 ആണെന്ന് പറയാ. മൂന്നാമത്തെ ആളുടെ അപ്ഡേറ്റ് ചെയ്യുക, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ SID ഈ ഒരു പാറ്റേണിൽ തന്നെ 5 ആളുടെയും കൊടുക്കുക. ഓക്കെ, നാലാമത്തെ ആൾ ഇവിടെ ഇല്ല, 3 5 അത് കറക്റ്റ് ആയിട്ട് ആ ഒരു രീതിക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഇമെയിലിനകത്തോട്ടേക്ക് പുതിയ ഇമെയിൽസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡാറ്റ ഉണ്ടെങ്കിൽ പുതിയ കോളം ഇൻസേർട്ട് ചെയ്യുമ്പോൾ 5 വട്ടമായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇമെയിലും കൊടുക്കണം. ആ 5ന് പകരം അതൊരു 10ഓ 15ഓ ഒക്കെ ആയിരുന്നെങ്കിൽ 15 വട്ടം അപ്ഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കല് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഒറ്റയടിക്ക് നമുക്ക് എല്ലാത്തിലോട്ടും ഡാറ്റാസ് അറ്റ് ടൈം കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കുക. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ തന്നെ 1 2 3 അപ് ടു 5 ആണെങ്കിൽ 5 വരെ ഈ ഒരു പാറ്റേണിൽ തന്നെ കൊടുത്തിട്ട് പഠിക്കാം. ഓക്കെ, ഡിലീറ്റ് മുതൽ ഒന്ന് ചെയ്തേ. മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോ ആ ടേബിൾ ഓൾട്ടർ ചെയ്യുന്നില്ല, അപ്പോ നമ്മള് എന്താ കമാൻഡ് കൊടുക്കുമ്പോ അത് റോ ആണോ കോളം ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? ഓൾട്ടർ കൊടുക്കുമ്പോ പുതിയ കോളം ആണ് ആഡ് ആവാം. ഓ, ഇത് കോളത്തിനുള്ള ഒരു ന്യൂ കോളം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് അല്ലേ ഇത്? ഈ ആ, കോളം എന്ന് ഓക്കെ. മാത്രമല്ല, ഇത് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുമ്പോ ഓൾട്ടർ സാധാരണ കൊടുക്കുമ്പോൾ പുതിയ കോളം ആണ് ആഡ് ആവുന്നത്. ഓക്കെ ഓക്കെ.
ചെയ്തു മാം. ഓക്കെ. ഇനിയിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിന്റെ അകത്ത് എനിക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 20 ഉള്ളവരെ മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഏജ് ഗ്രേറ്റർ ദാൻ 20. ഏജ് ഗ്രേറ്റർ ദാൻ 20 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 32 പ്രവീൺ S4 ആ ഒരു സാധനം വരാനുള്ളൂ. അത് കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാം? എങ്ങനെയായിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞേ. ഏജ് ഗ്രേറ്റർ ദാൻ 20 കിട്ടണമെങ്കിൽ എങ്ങനെയാ ക്വറി കൊടുക്കേണ്ടേ? സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിൾ നെയിം, പിന്നെ വേർ SH എത്ര ഏജ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ 20. 20. ഓക്കെ, ആ ഒരു രീതിക്ക് വേണം കൊടുക്കാനായിട്ട്. ഫിൽട്ടർ ചെയ്യുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേർ ഏജ് ഗ്രേറ്റർ ദാൻ 20 കൊടുക്കുമ്പോൾ 20 ഉള്ളവരുടെ കിട്ടും. പിന്നെ ഇവിടെ എനിക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഞാൻ കൊടുക്കുവാണ്. അതായത് എനിക്ക് എന്താ സ്റ്റുഡന്റിന്റെ ഏജ് 14ഉം അതേപോലെ തന്നെ പ്ലേസ് കോട്ടയോ ആയിട്ടുള്ള ആളെ വേണം. ഓക്കെ, ഏജ് 14ഉം പ്ലേസ് കോട്ടയോ ആയിട്ടുള്ള ആളെ കിട്ടണം. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ കൊടുക്കുന്നുണ്ടല്ലോ അവിടെ, വേർ ഏജ് ആൻഡ് പ്ലേസ്. കണ്ടോ, ഒരു ആൻഡ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുവാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് 1 വേർ ഏജ് ഈക്വൽ ടു 14, ഏജ് 14 ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ എന്തും വേണം, പ്ലേസ് കോട്ടയോ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാറ്റയുടെ കറസ്പോണ്ട് ഈ 2 കണ്ടീഷനും ട്രൂ ആവണം. ഏജും ട്രൂ ആവണം, പ്ലേസും ട്രൂ ആവണം. അപ്പൊ അത് രണ്ടും സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന ആൾ ആരാണ്? അത് അനീഷാണ്. ആളുടെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അതൊന്ന് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം. ആൻഡിന് പകരം ഞാൻ ഓറ് കൊടുക്കുവാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് 1 വേർ ഏജ് ഈക്വൽ ടു 14 or age equal to 14 അല്ലാണ്ട് ഇതിനകത്ത് എന്താ ഏജ് വരുന്നത്? 20. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്. ഏജ് ഈക്വൽ ടു 14 അല്ലെങ്കിൽ ഏജ് ഈക്വൽ ടു 20 ആയവരുടെ സെലക്ട് സ്റ്റാർ വേണ്ട, എനിക്ക് നെയിം മാത്രം മതി എന്ന് വിചാരിച്ചു. ഏജ് ഒന്നില്ലെങ്കിൽ 14 ആയിരിക്കണം, അല്ലെങ്കിൽ ഏജ് എന്താ എത്രയാണ് 20 ആയിരിക്കണം. അങ്ങനത്തെ ആളുകളുടെ നെയിം മാത്രം, സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് നെയിം മാത്രം ആക്സസ് ചെയ്യും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാലും നമുക്ക് ആൻസർ കിട്ടും. ഒന്നില്ലെങ്കിൽ 14 അല്ലെങ്കിൽ 20 ആണ്. അപ്പൊ ഇവിടെ 14 ഉണ്ട് 20 ഉണ്ട്. അപ്പൊ 2 ആൻസറും നമുക്ക് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. 14 വയസ്സായ ആളുടെ പേരും കിട്ടും, 20 വയസ്സായ ആളുടെ പേരും കിട്ടും. ഈ 2 കണ്ടീഷനും നമ്മുടെ ഡാറ്റേന്റെ അകത്ത് ഉണ്ട്. സോ ഏതെങ്കിലും ഒന്നാണ് ഉള്ളതെങ്കിൽ അതിന്റെ ആൻസർ കിട്ടും. രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും പോരും. ഇപ്പൊ ഇവിടെ നമുക്ക് 14 20 ഉള്ളതുകൊണ്ട് ആ രണ്ടിന്റെ ആൻസർ ഇവിടെ കിട്ടി. ഓക്കെ, അപ്പൊ ഓറ് കൊടുത്തിട്ടും ആൻഡ് കൊടുത്തിട്ടും ഒന്ന് ചെയ്തേ.
ഇത് ഓക്കെ, ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാതെ അപ്ഡേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിന്റെ കുറച്ച് വേറെ ഞാൻ നാളത്തേക്ക് അയച്ചു തന്നേക്കാം, അതും നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തോളൂ. ഓക്കെ മാം, താങ്ക് യു. Okay, thank ഓക്കെ. you.